ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്തിന് സഹായിച്ച ഒരു പായ്ക്ക് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതും നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതുമായ 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. എല്ലാം തികച്ചും നാച്ചുറലാണ്. ഞാൻ ചില എണ്ണകളൊക്കെ അപ്ലൈ ചെയ്ത് ആദ്യം ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. മുടിയുടെ തിക്നെസ്സും ലെങ്ത്തും എല്ലാം പോയി കഴിഞ്ഞപ്പോഴേ ഒന്ന് തിരികെ പിടിക്കണം തോന്നി. കുറച്ച് നാളുകളായിട്ട് ഞാൻ കുഴൽക്കിണർ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോഴേ എൻ്റെ മുടി മൊത്തം അങ്ങ് പോയി. പിന്നെ ഇപ്പം മുടി നന്നായി തിക്കായി. അപ്പോൾ കുറച്ച് ലെങ്ത്തും കൂടി വയ്ക്കണം. നേരത്തെ എൻ്റെ മുടിക്ക് തിക്നെസ്സും ലെങ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലെ വെള്ളം മാറി കുളിച്ചു, കുഴൽക്കിണറിലെ വെള്ളത്തിൽ കുളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒരു പ്രായത്തിൽ അങ്ങനെയല്ല അതങ്ങ് പോയതാണ്. പിന്നെ ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഹെയർ പാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില എണ്ണകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോയതിന്. അപ്പോൾ ഈ ശ്രമത്തിൽ എന്നോടൊപ്പം മുടി വളർത്തണമെന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കും പങ്കാളികളാകാം. എല്ലാവർക്കും തിക്കായതും ലെങ്ത്തുള്ളതുമായ മുടി അല്ലെങ്കിൽ കട്ടിയും നീളവും ഒക്കെയുള്ള മുടി നല്ല ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലോ. എന്തായാലും നമ്മൾ മുടി കട്ട് ചെയ്തിരുന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷനല്ലേ. കുട്ടികളാരും അങ്ങനെ മുടി നീട്ടി വളർത്താനായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കുകയല്ല. പണ്ടത്തുള്ള ആൾക്കാരുടെ അത്രയും പണ്ടുള്ള സ്ത്രീകളുടെ അത്രയും ലോങ് ഹെയറിനൊന്നും ഇന്നത്തെ പെൺകുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. ലോങ് ഹെയർ ഉള്ളവർ പോലും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇതെല്ലാം പല കട്ടിങ്, പല പേരിലുള്ള കട്ടിങ് ആയിട്ട് തിരിച്ചു വരുമല്ലേ ചെയ്യുന്നതല്ലേ. ഫാഷനായിട്ടുള്ള കട്ടിങ്സ് ഒക്കെ ചെയ്തിട്ട് നടക്കുന്ന, ലെങ്ത് കുറച്ച് നടക്കുന്ന ഒരു രീതിയാണല്ലോ. ഏതായാലും ഞാൻ എൻ്റെ മുടി കുറച്ചുകൂടെ നീളമൊന്നും നോക്കുക കേട്ടോ. എൻ്റെ മുടിക്ക് നീളമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കേ. ഒരു എത്ര വർഷം മുമ്പാണ്, ഒരു 31 വർഷമൊക്കെ ആയി കാണും. 31 വർഷങ്ങൾക്ക് പുറകോട്ട് ഒരു മലമ്പുഴ യാത്ര നടത്തി. എൻ്റെ മോൻ ചെറിയതായിരുന്നു, അപ്പോൾ ഉണ്ണിയായിരുന്നു. അപ്പോൾ അവനെയൊക്കെ എടുത്ത് പിടിച്ചോണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ആൽബത്തിൽ നിന്ന് ഇന്നലെ ഞാൻ ആൽബം പരിശോധിച്ചപ്പോൾ പഴയ ഫോട്ടോസൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ അത് കണ്ടെത്തി. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മുടി പിന്നി നീട്ടിയിട്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് താഴെ വരെയൊന്നുമില്ല, എങ്കിലും ആവശ്യത്തിനുള്ള നീളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്ന ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായ ചില ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഞാൻ ഇന്ന് പായ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതൊന്ന് കാണിച്ചു തരട്ടെ. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല കറുത്ത നിറമുണ്ട് അല്ലേ. ഇതെന്താണെന്നറിയാമോ? ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ്. നമ്മളെല്ലാവരും ഏത്തപ്പഴമൊക്കെ കഴിക്കുന്നവരല്ലേ. അപ്പോൾ നന്നായി പഴുത്ത ഏത്തപ്പഴം കഴിച്ചു കഴിയുമ്പം നല്ല കറുത്ത തൊലി. ഇത്രയും പഴുത്ത ഏത്തപ്പഴം നമ്മൾ പഴമായിട്ട് അങ്ങനെ കഴിക്കാറില്ല. പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ നല്ലപോലെ പഴുത്ത, നന്നായി പഴുത്ത ഏത്തപ്പഴമല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി, നല്ല കറുത്ത തൊലി എടുത്തിട്ടുണ്ട്. ഇത് ഒരേത്തപ്പഴത്തിൻ്റെ തൊലിയുണ്ട്. ഇതിനെ ഞാൻ ചെറുതായി അരിഞ്ഞ് ഈ ജാറിലേക്ക് ഇടുക. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരിഞ്ഞിടാം. ഈ ഒരു ഐഡിയ ഞാൻ എവിടെയും കണ്ടതുമല്ല, ആരും പറഞ്ഞതുമല്ല, ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കുന്ന ഐഡിയയാണ്. പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതാണെന്ന് ഫീൽ ചെയ്ത ഐഡിയയാണ്. അത് ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്ന് പറയാവേ. അതായത് ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്, പഴത്തിൻ്റെ തൊലിയും പിന്നെ കഞ്ഞിവെള്ളവും, തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും മുട്ടയുടെ തോടും കൂടി അടിച്ചിട്ട് കറിവേപ്പിൻ്റെ ചുവട്ടിലൊഴിച്ചാൽ കറിവേപ്പ് നല്ല തഴച്ചു വളരും. അതുപോലെ റോസാ ചെടിയുടെ ചുവട്ടിലൊഴിച്ചിട്ട് നിറയെ പൂക്കളുണ്ടായി എന്നൊക്കെ അത് പ്രയോഗിച്ചവരെ അനുഭവം പറഞ്ഞേക്കുന്ന കേട്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. എന്തുകൊണ്ട് ഇത് ഹെയർ ഗ്രോത്തിന് സഹായകമായി കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ഇത് ചെടിക്ക് സഹായകമാകുമെങ്കിൽ തീർച്ചയായും ഇത് നാച്ചുറൽ സാധനങ്ങളാണല്ലോ, ഇത് നമുക്ക് ഹെയറിലും അപ്ലൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു മാസമായിട്ട് ആഴ്ചയിൽ 2 തവണ വെച്ച് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു മാസമെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ നിങ്ങളെ അറിയിക്കാനായിട്ടേ. അതുകൊണ്ടാണ് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ മുടി നല്ല ഷൈനിയായി, നല്ല സിൽക്കിയായി, അതുപോലെ ഉള്ള മുടി ഇത്തിരി കൂടി ഒന്ന് പടർന്നു നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളു കുറഞ്ഞവർക്കൊക്കെ നല്ലതാണ്. പിന്നെ
മുടി അല്പാൽപ്പം നീളുന്നുമുണ്ട്. നീളം നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ എങ്ങനെയായാലും ഒരു 3 മാസമെങ്കിലും, മിനിമം 3 മാസമെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നീളത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നന്നായി കറുത്ത പഴത്തൊലി, ഏത്തപ്പഴത്തിൻ്റെ തൊലി. രണ്ടാമതായി ഞാൻ എടുത്തത് കുറച്ച് ഇലകളാണ്. ഇതുണ്ടല്ലോ ഞാൻ ഉണക്കാൻ വെച്ചതായിരുന്നു. ഉണക്കി, ഇതിൽ 3 സൈസ് ഇലകളുണ്ട്. ഇത് ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് അരച്ചതിന് ശേഷം ഈ ഇല ഉണക്കി പൊടിച്ച പൊടി ചേർക്കാമെന്ന് വിചാരിച്ചുണ്ടല്ലോ, നല്ല വെയിൽ കണ്ട് ഞാൻ ഉണക്കാൻ വെച്ചതായിരുന്നു. പക്ഷേ ഇന്ന് ചെറിയ ഒരു മഴച്ചാറ്റൽ നനഞ്ഞു ഇത്. അപ്പോൾ ഇനി ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല, ഫംഗസ് ഉണ്ടാവും. നനഞ്ഞും ഉണങ്ങിയൊക്കെ പിന്നെയും എടുത്തു വെച്ചാൽ പൂപ്പലുണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൊടിക്കണ്ട, ഇതിലിട്ടങ്ങ് അരയ്ക്കാം. ഇതെന്തൊക്കെ ഇലകളാണെന്ന് അറിയാമോ? കറിവേപ്പിലയുണ്ട്, മുരിങ്ങയിലയുണ്ട്, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഇലയുണ്ട്. ഈ 3 ഇലകളും ഹെയർ ഗ്രോത്തിന് സഹായകമാകുന്നതാണ്. കഴിയാം, ഒത്തിരി ഇലകളുണ്ടല്ലേ. കീഴാർനെല്ലി ഇടയില, അതുപോലെ തന്നെ കേശവർദ്ധിനിയുടെ ഇല, പിന്നെന്താണ് ചെമ്പരത്തിയുടെ ഇല. ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസ് പ്രകൃതിയിലുണ്ട്. ഇലയുടെയും പൂവിൻ്റെയും ഒക്കെ രൂപത്തിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായകമാകുന്നത്. ഞാൻ ഏതായാലും ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ മുറ്റത്തുനിന്ന് തന്നെ ലഭ്യമായ 3 ഇലകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മുരിങ്ങയില ഉണ്ടായിരുന്നു, കറിവേപ്പിലയുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഇലയുമുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു പിടി ഇല അതും ജാറിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള, വേണമെങ്കിൽ മുട്ട മുഴുവനായിട്ട് നമുക്കിടാം കേട്ടോ. എനിക്ക് ആ ഉണ്ണിയുടെ മഞ്ഞക്കരുവിൻ്റെ സ്മെല്ല് മുടിയിൽ എനിക്കത്ര പറ്റൂല. കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കാതെ നോർമൽ വാട്ടറിലാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സ്മെല്ലുണ്ടാവും, ഉളുമ്പുണം ഉണ്ടാവും മുട്ടയുടെ മഞ്ഞക്കരു ഉപയോഗിച്ചാൽ. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുകയില്ല. മുട്ട വെള്ള ഒഴിച്ചു കേട്ടോ, ഒരു മുട്ടയുടെ വെള്ള ഒഴിച്ചു. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ്. ഇന്നലെ വെച്ച കഞ്ഞിവെള്ളം, ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചതാണ്, പഴയ കഞ്ഞിവെള്ളം. അതും കൂടി ഒഴിക്കാം. എന്നിട്ട് ഞാൻ ഇതിനെ, പഴയ കഞ്ഞിവെള്ളം കട്ടയായി ഇരിപ്പുണ്ട്, ഇനി ഞാൻ ഇതിനെ ഒന്ന് അരച്ചോണ്ട് വരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് അരച്ചോണ്ട് വരട്ടെ. ഞാനതെല്ലാം കൂടി ഇങ്ങനെ അരച്ചോണ്ട് വന്നു. ഇതെല്ലാം കൂടി അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ പാകം? ഇതാ, ഒരുപാടങ്ങ് ലൂസായി പോകണ്ട. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ പിടിച്ചിരിക്കാൻ പാകത്തിനുള്ള ഒരു ഹെയർ പാക്ക്. നല്ല നൈസായിട്ട്, വെണ്ണ പോലെ നൈസായിട്ട് അരച്ചെടുത്തു. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. കറിവേപ്പില, മുരിങ്ങയില, ഒന്നുകൂടി പറയാം എന്തൊക്കെയാണെന്നേ. കറിവേപ്പില, മുരിങ്ങയില, ശംഖുപുഷ്പത്തിൻ്റെ ഇല. ഉണക്കണമെന്നൊന്നുമില്ല, പച്ചക്കാണ് കൂടുതൽ ഗുണം. അതിൻ്റെ നീരൊക്കെ കിട്ടുമല്ലോ. ഞാൻ അത് ഇല കുറച്ചേ ഉണക്കി പൊടിച്ച് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണക്കാൻ വെച്ചതായിരുന്നേ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ തേച്ച് പരീക്ഷിച്ച് നോക്കിയത് പച്ചയിലയായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതാ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഇത് ലൂസായിട്ട് എടുക്കണമെങ്കിൽ ലേശം കൂടെ കഞ്ഞിവെള്ളം മിക്സ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെയാണ്? ഏത്തപ്പഴത്തിൻ്റെ തൊലി, 3 ഇലകൾ, ഒരു മുട്ടവെള്ള, പഴയ കഞ്ഞിവെള്ളം. എല്ലാം ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ കൈപ്പിടിയിലുള്ള, ചുറ്റുവട്ടത്തുള്ള, നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതിനെ അങ്ങോട്ടൊരു പായ്ക്ക് രൂപത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇട്ട് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലെല്ലാം മുടിയൊന്ന് വകഞ്ഞ് മാറ്റി സ്കാൽപ്പിലെല്ലാം അങ്ങോട്ട് ഉപയോഗിക്കാം. ഈ ഐഡിയ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാത്തിൻ്റെയും തൊലി ദൂരെ കളയുമല്ലേ. നമ്മൾ മുന്തിരിങ്ങ തിന്നാലും എന്ത് ചെയ്യും? കുരുവും തൊലിയും കളയും. നമ്മൾ കക്കിരിക്ക എടുത്ത് സലാഡ് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? കുരുവും തൊലിയും കളയും. പക്ഷേ കുരുവിലും തൊലിയിലുമാണ് ഗുണം കൂടുതലിരിക്കുന്നത്. അപ്പം ഏത്തപ്പഴത്തിൻ്റെ തൊലി എന്തിനാ വെറുതെ കളയുന്നേ? ഇങ്ങനെ പ്രയോജനപ്പെടുത്താമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നിങ്ങളും സമയമുള്ളപ്പോൾ ഇതുപോലെ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് കേട്ടോ. മുടി കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുടി റഫായിട്ട് മാറുന്നു, അതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴേ, മുടിയുടെ നീളം വയ്ക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്നവർ ഈ പായ്ക്കൊന്ന് ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ, കമൻറ്റ് ബോക്സിലേ. അപ്പോഴല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ അത്ര എടുത്തിട്ട് തന്നെ ഇത് അധികമുണ്ട് അളവ്. ഇന്ന് അപ്ലൈ ചെയ്തതിൻ്റെ ബാക്കി എടുത്ത്
നല്ല വൃത്തിയാക്കി അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. ഇതൊന്നും ഇടണ്ടല്ലോ, ആഴ്ച 2 ദിവസമൊക്കെ മതി. അപ്പോൾ ഇനി 2-3 ദിവസം കഴിയുമ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്തതിൻ്റെ ബാക്കി എടുത്തിട്ടേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ. സ്വാഭാവിക ഊഷ്മാവിലേക്ക് അത് വന്നു കഴിയുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് അല്ലേ. നമുക്കറിയാം, നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയറിന് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. മുട്ടവെള്ള പ്രോട്ടീനാണ് അല്ലേ. പിന്നെ മുരിങ്ങയിലയും കറിവേപ്പിലയും ശംഖുപുഷ്പത്തിൻ്റെ ഇലയും ഒക്കെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതെല്ലാം ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ പായ്ക്കൊക്കെ ഇട്ട് ഞാൻ ഒരു 15 മിനിറ്റ് വയ്ക്കും തലയിൽ. പായ്ക്ക് വെച്ചതിന് ശേഷം മിനിമം 15 മിനിറ്റ്, അതുവരെ എന്തെങ്കിലും പണിയെടുക്കാം. വരെയൊക്കെ തൂത്തുവാര, അല്ലെങ്കിൽ പാത്രം കഴുകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ, നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഹെയർ പായ്ക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. ലൈക്കൊക്കെ വളരെ കുറവാണ്, ലൈക്കും കമൻറ്റും ഒക്കെ. സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചില വീഡിയോസിനെ കുറേ വ്യൂസ് വരുന്നുണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. ഇത് എൻ്റെ വീഡിയോ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കാമെങ്കിൽ നല്ലതല്ലേ. എല്ലാവർക്കും പരസ്പരം ഒരു സഹായമാവുമല്ലോ. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമുക്കാരെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റിയല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എടുത്തിട്ട് ടെസ്റ്റ് ഡോസ് ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ചില ഹെയർ പാക്കുകളും പ്രത്യേകിച്ച് ഫേസ് പാക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ഡോസ് ചെയ്ത് നോക്കേണ്ടി വരും. ഡൈ ഒക്കെ ആണെങ്കിൽ ചില ഇലകളൊക്കെ ചിലപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ. എല്ലാവരുടെയും സ്കിന്ന് ഒരേപോലത്തെ അല്ലല്ലോ ഒന്നേ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉള്ള ഇൻഗ്രീഡിയൻസ് അല്ല. അങ്ങനെ ഞാൻ എൻ്റെ തലമുടിയെ ഹെയർ പാക്ക് കൊണ്ട് കുളിപ്പിച്ച് വെച്ചു. ഇനി ഇതൊന്ന് 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്, 25 മിനിറ്റ് വരെയൊക്കെ ആയിക്കോട്ടെ. അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഹെയർ ലോസ് ആയിട്ട് സങ്കടപ്പെടുന്നവർക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. തിരി സ്നേഹത്തോടെ ബൈ.